ഇലക്കറികൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ളൊരു സംഗതിയല്ല അല്ലേ. പാലക് പനീർ ഉണ്ടാക്കുന്ന പാലക്കുണ്ടല്ലോ, അത് എനിക്കും അത്ര താല്പര്യമില്ല. കാരണം അത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചൊരു വഴുവഴുപ്പും അതിന് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ കഴിക്കാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം സർപ്രൈസിംഗ്ലി ഞാൻ പാലക്കിനോട് പറഞ്ഞു ഐ ലവ് യു. കാരണം പാലക്ക് നമ്മളൊരു പ്രത്യേക രീതിയിൽ കറി വെച്ചു. അതിവിടെ നല്ല സൂപ്പർ ഹിറ്റായിരുന്നു വീട്ടിൽ കേട്ടോ. അപ്പോൾ ആ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആ രീതിയിൽ നിങ്ങൾ പാലക്ക് കറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും പറയും പാലക്കിനോട് ഐ ലവ് യു എന്ന്. ഓക്കെ, അപ്പോൾ ലസൂനി പാലക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ രീതിയിൽ പാലക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. അപ്പോൾ നമ്മുടെ പാലക്ക് ഇത് കഴുകി എടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. കാരണം ഇതിൽ ഒരുപാട് മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല ഇതിൽ ചിലപ്പോൾ പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് അതിൽ മുക്കി വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 2-3 തവണ നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമാധാനമായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് എടുക്കുന്ന സമയത്ത് അടിയിൽ ആ ഒരു പൊടിയൊക്കെ അടിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2-3 തവണ കഴുകണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2-3 തവണ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാലക് കറി ഉണ്ടാക്കാം. ഈ പാലക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം, ഷുഗർ കൺട്രോൾ ചെയ്യാനും പിന്നെ ഡൈജഷൻ നന്നാക്കാനും ഒക്കെ വളരെ നല്ലതാണെന്നുള്ളത് മാത്രമല്ല, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ഇത് സൗന്ദര്യവർദ്ധക ഒരു വസ്തു കൂടിയാണ് കേട്ടോ. അതായത് നല്ല സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്ക് അല്ലെങ്കിൽ ഇലക്കറികൾ നമ്മുടെ ഫുഡിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇത് നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കാനുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് അടുക്കി വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഒരേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല സമയവും ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം ഇലക്കറികൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല രസമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ ഒന്നിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് തന്നെ മതി ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അങ്ങനെ നമുക്ക് ബ്ലാൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു പാലക്ക് ഒന്ന് വേവിച്ചെടുക്കാം. പക്ഷെ അങ്ങനെ വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് എവിടെയും പോകാൻ പാടില്ല. നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ ഒരു ബ്രൈറ്റ് ഗ്രീൻ കളർ മാറി ഒരു ചെറിയൊരു ഡാർക്ക് ഗ്രീൻ കളർ ആകുമ്പോൾ തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു പോഷക ഗുണങ്ങളൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവലിലെത്തുമ്പോൾ നമ്മൾ വേഗം തിളച്ച വെള്ളത്തിൽ നിന്നും നോർമൽ ആയിട്ടുള്ള വെള്ളത്തിലേക്ക് മാറ്റുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെന്ത് അതിൻ്റെ കളറ് മാറാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ബ്രൈറ്റ് ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് പാലക്കിനെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പാലക്ക് അല്ലെങ്കിൽ ഇലക്കറികൾ തിളപ്പിക്കുമ്പോൾ വേവിച്ചതിന് ശേഷം ഉടനെ തന്നെ നോർമൽ വാട്ടറിലേക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ വെള്ളമൊക്കെ ഇതാക്കി നന്നായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് എത്ര പാലക്ക് ഉണ്ടായിരുന്നു അല്ലേ, അത് വെന്ത് വന്നു കഴിയുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ, അതാണ്. ഓക്കെ, അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഒന്ന് നല്ല സുഖമായിട്ടല്ല നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മളിത് ബീറ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ സാധാരണ പാലക് പനീർ ഉണ്ടാക്കുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ വഴുവഴുപ്പ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. വെന്തതായതുകൊണ്ട് നല്ല എളുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നുറുക്കിയെടുക്കുക. ഓക്കെ, പലകയിലെങ്ങാനും വെച്ചിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ തടുക്കയിലേക്ക് കിടക്കാം. അതായത് നമുക്ക് ഏതിലാണോ കറി ഉണ്ടാക്കേണ്ടത് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ജീരകവും പിന്നെ ആദ്യമേ തന്നെ നമ്മളിടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്.
അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ടിട്ട് സവോള, ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അത് നന്നായി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഗരം മസാല, ഏത് ഗരം മസാല വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പറയാറില്ല, ഞാൻ പാവ് ഭാജി മസാലയാണ് കൂടുതലും ഉപയോഗിക്കാറ് ഗരം മസാലയ്ക്കാണ്. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അത് മാത്രമല്ല അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്ന് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് അല്ല, ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് പാലക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്വാദായിരിക്കും. പക്ഷെ ഞാൻ പെട്ടെന്ന് പാലൊഴിച്ചതിന് ശേഷമാണ് പാലക്ക് ഇതിലേക്ക് ഇട്ടത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറല്ലേ. ഓക്കെ, അത് ശരിയായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇതിലേക്ക് പോകാം. ജീരകവും പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ വറുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞിടാം. എന്താ ഇതിൻ്റെ ഒരു സ്മെല്ലെന്നറിയാമോ? ശരിക്കും ഇപ്പം തന്നെ അങ്ങ് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതാണ് അപ്പം നമ്മുടെ ലസൂനി പാലക്. ഓക്കെ, നല്ല ഗാർലിക്കി സ്മെല്ല് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒഴിച്ചു കൂടാൻ പറ്റില്ല. ഗാർലിക് ഇഷ്ടമല്ലാത്തവർക്ക് ഐ എം സോറി, ദിസ് ഇസ് നോട്ട് ഫോർ യു. നിങ്ങൾക്ക് ഗാർലിക് ഇടാതെ ഉണ്ടാക്കാം, പക്ഷെ അതിനെ ലസൂനി പാലക് കറി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഇത് ഗംഭീരമായിരിക്കും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യേണ്ട സമയമാണ്. പൂരിയുടെ കൂടെയാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ പൂരി നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഇതാ ഒരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് നല്ല ചൂടുള്ള വെളുത്തുള്ളിയുടെ നല്ല സ്വാദുള്ള ഈ ഒരു ലസൂനി പാലക് കറിയിൽ മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ടമ്മി പറയും യമീ.